السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك عليه. أعوذ بكلمات الله التامات من كل شيطان وهامة من كل عين الله. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൻ്റെ അന്ന് മക്ക ഫതഹിൻ്റെ അന്ന് ആദ്യമായി ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ച മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണ ചരിത്രമല്ല നമ്മൾ പറയുന്നത്, ചരിത്രത്തിലെ ചില ശകലങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെയായിരിക്കും നമ്മൾ പറയുക, അപ്പോഴേ നമുക്ക് സമയം തികയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് മഹാനായ ബിലാൽ തങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം പറയാം. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. അബൂബക്കർ തങ്ങൾ നമ്മുടെ നേതാവാണ്, അദ്ദേഹം നമ്മുടെ നേതാവിനെ സ്വതന്ത്രനാക്കിയ ആളാണ്. നേതാവിനെ സ്വതന്ത്രനാക്കിയ ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വതന്ത്രനാക്കിയത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. വീരശൂര പരാക്രമിയും വലിയ നേതാവുമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ചില്ലറ ഭാഗ്യമല്ല. പക്ഷേ മെലിഞ്ഞു പൊക്കമുള്ള കറുത്തിരുണ്ട ആ മനുഷ്യൻ തന്നെക്കുറിച്ചുള്ള ഈ ഒരു പ്രശംസാവചനം ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേൾക്കുമ്പോൾ തലകുനിച്ചു പറയും, ഞാനൊരു നീഗ്രോ, ഇന്നലെ വരെ ഞാൻ അടിമയായിരുന്നു. അവരാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഥമ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവർ. വിശ്വാസ ദാർഢ്യത്തിൻ്റെ പര്യായവുമായ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ശരിക്കും ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം ചരിത്രത്തിൻ്റെ ഇസ്ലാമിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം. കുറഞ്ഞ ഈത്തപ്പഴം പ്രതിഫലത്തിന് ഒരാളരികിൽ അടിമവേല ചെയ്തിരുന്ന അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒന്നുമല്ലായിരുന്നു. എന്നാൽ പരിശുദ്ധ ഇസ്ലാം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിൻ്റെ ജേതാവും നേതാവുമാക്കി വലിയ മഹാപുരുഷനാക്കി മാറ്റിയത് നമ്മൾ അറിഞ്ഞതാണ്. പദവിയും സമ്പത്തും സ്വാധീനവും പണവും പ്രശസ്തിയും പലതും ഉണ്ടായിട്ടും പലർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ബഹുമതിയും കീർത്തിയുമൊക്കെ ചരിത്രത്തിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊലിയുടെ കറുപ്പോ തറവാടിൻ്റെ താഴ്ചയോ അടിമയെന്ന വിചാരമോ പരിശുദ്ധ ഇസ്ലാമിലെത്തിയാൽ ഉന്നത വിജയം നേടുന്നതിന് തടസ്സമല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊപ്പം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടൊപ്പം പദവിയിൽ ഒട്ടും കുറവ് വരുത്താതെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു എന്നത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ടല്ലേ ഇസ്ലാമിലെ പ്രഥമ മുഅദ്ദിൻ, ഒന്നാമത്തെ ബാങ്ക് കൊടുക്കുന്നയാൾ എന്ന സ്ഥാനം നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിന് നൽകിയത്? സത്യത്തിൽ ആരായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു? ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിലെ ജുമഹ് ഗോത്രത്തിലെ ഒരു അടിമയായിരുന്നു. അവരുടെ മാതാവ് അവരുടെ ദാസിയായിരുന്നു, അടിമ സ്ത്രീയായിരുന്നു. അപ്പോൾ അടിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ജീവിക്കാൻ അവകാശമോ ഭാവിയെക്കുറിച്ച് വല്ല പ്രതീക്ഷകളോ ഒന്നുമില്ലാത്ത ആളുകളായിരുന്നു. അപ്പോൾ ഈ ജുമഹ് ഗോത്രത്തിൽ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ തുടങ്ങിയത്. അവിടെയുള്ള യജമാനന്മാരും മറ്റുള്ള ആളുകളും അവരെ കാണാനെത്തുന്ന സന്ദർശകരൊക്കെ നബി തങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കേട്ടു. അതിൽ ജുമഹ് ഗോത്രത്തിലെ നേതാവ് ഉമയ്യത്ത് ഇബ്നു ഖലഫ് കൂട്ടുകാരോടൊപ്പം നബിയെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും കലർത്തുന്ന പല പല കാര്യങ്ങളും പറയുമ്പോഴും ചില പ്രശംസാവചനങ്ങൾ പറയാതിരുന്നില്ല. അതവർക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നബി തങ്ങൾ വിശ്വസ്തനാണ്, അവർ ഭ്രാന്തനല്ല, അവർ വ്യഭിചാരിയൊന്നുമല്ല, വിവേകിയാണ്, സ്വഭാവിയാണ് എന്നൊക്കെ അവർ സമ്മതിക്കും ചെയ്യും. എന്നിട്ട് അവർ കുറ്റം പറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെയായപ്പം ഇതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അറബികളിൽ അന്നത്തെ നേതാക്കളായിരുന്ന ഖുറൈശികൾ, ആ ഖുറൈശികളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ബിലാൽ റളിയല്ലാഹുവിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. പക്ഷെ അതൊന്നും നോക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്ന്
അവരെ കണ്ടു സംസാരിച്ചു, പരിശുദ്ധ ഇസ്ലാം വിശ്വസിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനിലേക്ക് വന്നത് മക്കയിൽ പാട്ടാവാൻ കൂടുതൽ സമയം വേണ്ടി വന്നില്ല. കാരണം ധനവും പ്രശസ്തിയും കൊണ്ട് അഹങ്കരിച്ചിരുന്ന ജുമഹ് ഗോത്രത്തിലെ നേതാക്കന്മാർക്ക് തല കറങ്ങുന്നതായി തോന്നി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമ്പോൾ തങ്ങളുടെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന ഒരാൾ മുഹമ്മദിനെ അംഗീകരിക്കുകയോ? അപ്പോൾ ജുമഹ് ഗോത്രത്തിന്റെ നേതാവ് ഉമയ്യത്ത് ബിൻ ഖലഫിന് മുഖത്ത് അടിയേറ്റ ഒരു അനുഭവം പോലെയായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെതിരെ മർദ്ദനങ്ങളുടെ ഭീകരരംഗങ്ങളായിരുന്നു എന്ന് പറയാം. എങ്ങനെയെങ്കിലും അവരെ പിന്തിരിപ്പിച്ച് അടങ്ങൂ എന്നവർ ശക്യം പിടിച്ചു. ജീവൻ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു ആദർശത്തിൽ നിന്ന് ഒരു കണിക പോലും വ്യതിചലിച്ചില്ല. വിശ്വാസദാർഢ്യത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും ധീരമായ മാതൃക അദ്ദേഹം ലോകത്തിന് മുഴുവനും കാഴ്ചവെച്ചു. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഗ്നനായി മലർത്തിക്കിടത്തി നെഞ്ചത്ത് പൊള്ളുന്ന പാറക്കല്ല് വെച്ച് വേദനയുടെ തീക്ഷ്ണതയിലും അഹദ് അഹദ്, അല്ലാഹു ഏകൻ, അല്ലാഹു ഏകൻ എന്ന വചനം മാത്രം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉരുവിട്ടുകൊണ്ടിരുന്നു. അവരുടെ ദയനീയ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത് മർദ്ദകരായ ആളുകളിൽ പോലും സഹതാപം ഉണർത്തുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രയാസത്തിന്റെ ഭാരക്കെട്ടുകൾ അദ്ദേഹം ഇറക്കി വെച്ചിരുന്നത്. ഒരൊറ്റ വാക്കേ പറയേണ്ടതുള്ളൂ. എന്താ പറയേണ്ടത്? അള്ളാഹുവിനെ അംഗീകരിക്കാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാതെ അവരുടെ ദൈവങ്ങളായ ലാത്തും മുസ്സയൊക്കെ സ്വന്തം ദൈവമാണെന്ന് പറഞ്ഞാൽ മതി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ വെറുതെ വിടും. പക്ഷേ ഈമാൻ കൈവിടാതെ, ഹൃദയം മറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. പകരം അഹദ് അഹദ് എന്നു തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും മർദ്ദനത്തിന്റെ ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും അവരുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ പറയും പോലെ പറയൂ എന്നവർ ആവശ്യപ്പെട്ടിട്ടും എൻ്റെ നാവ് അതിന് വഴങ്ങുകയില്ല എന്ന ദൃഢമായ മറുപടി എത്ര 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 മർദ്ദനവും പീഡനവും നൽകിയിട്ട് പോലും അങ്ങനെയുള്ളൊരു മറുപടി വരാൻ, അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാന് കാരിരുമ്പ് പോലെ കരുത്തുറ്റതായിരുന്നു, ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മർദ്ദനത്തിന് ക്രൂരത കൂടിക്കൊണ്ടേയിരുന്നു. പകൽ മുഴുവൻ മരുഭൂമിയിലാണെങ്കിൽ രാത്രിയായാൽ എഴുന്നേൽപ്പിച്ച് കഴുത്തിൽ കയറിട്ട് കുട്ടികൾ ആർത്ത് വിളിച്ച് തെരുവീഥികളിലൂടെ പ്രാന്തങ്ങളിലൂടെ വലിച്ചുകൊണ്ട് നടക്കും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. മർദ്ദനത്തിന്റെ ഇടയിൽ അവരെന്നെ പറയും, നാളെ ഞങ്ങളുടെ ദൈവങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി, എന്തെങ്കിലും പ്രശംസിച്ച് 2 വാക്ക് പറഞ്ഞാൽ മതി, റബ്ബ് ലാത്തയാണ് ഉസ്സയാണെന്ന് പറഞ്ഞാൽ മതി, എന്നാൽ ഞങ്ങൾ നിന്റെ പാട്ടിന് വിടാമെന്നൊക്കെ പറഞ്ഞു, നിന്നെ ശിക്ഷിച്ച് ഞങ്ങൾ കുഴങ്ങി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണല്ലോ, ഒരാളെ ശിക്ഷിച്ച് എന്ത് തന്നെയായാലും മാറുന്നില്ലെങ്കിൽ പിന്നെ ശിക്ഷിക്കുന്നവർ കുഴങ്ങുക എന്നല്ലാതെ, അവര് ശിക്ഷ അനുഭവിക്കുക എന്നല്ലാതെ അതിനെതിരല്ലല്ലോ ഉണ്ടാവുക. എന്ത് പറഞ്ഞാലും അഹദ് അഹദ് എന്ന് മാത്രം പറഞ്ഞു. ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞു ചവിട്ടി. അപ്പോഴും അഹദ് അഹദ് എന്തൊക്കെയോ പറഞ്ഞു ഉമയ്യത്ത്. ഈ നശിച്ച അടിമ നമ്മളെ വല്ലാത്ത അപകടത്തിലാണ് വീഴ്ത്തിയത്. ലാത്തയും ഉസ്സയും തന്നെ സത്യം, നിന്നെ ഞാൻ അടിമകൾക്കും യജമാനന്മാർക്കും ഒരു പാഠമാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇതിനും മറുപടി അഹദ് അഹദ്. അവസാനം മർദ്ദകരിൽപ്പെട്ട ആളുകൾ തന്നെ മധ്യസ്ഥ വേഷമൊക്കെ ചമഞ്ഞു വന്നിട്ട് അന്നയത്തോടെ പറഞ്ഞു, ബിലാലിൻ്റെ ഉമ്മ നമ്മുടെ വേലക്കാരിയല്ലേ, അതുകൊണ്ട് മുസ്ലിമായി ഖുറൈശികളെ കൊണ്ട് നമ്മെ പരിഹസിപ്പിക്കാൻ അവൻ ഇഷ്ടപ്പെടൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ് എന്ന് തന്നെ മൊഴിഞ്ഞു. ഒരു ദിവസം ഇതുപോലെ മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി നോവിച്ചുകൊണ്ടിരുന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ദൂരെ നിന്ന് അല്ലാഹു അഹദ് അഹദ് എന്ന് പറയുന്ന ശബ്ദം കേട്ടപ്പോൾ ആ ഭാഗത്തേക്ക് സിദ്ദീഖ് തങ്ങൾ വന്നുകൊണ്ട് അലറി വിളിച്ചു, അല്ലാഹുവാണ് എൻ്റെ നാഥൻ എന്ന് പറഞ്ഞതിന് ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ? തുടർന്ന് അദ്ദേഹം ഉമയ്യത്ത് ബിൻ ഖലഫിനോട് എത്ര വിലയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അദ്ദേഹം ഒരു വില പറയുന്നു, ആ വില കൊടുക്കുന്നു. എന്നിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു.
ഒരു പോംവഴിയും കാണാതെ ഇടങ്ങേറായി നിന്നിരുന്ന ഉമയ്യത്തിന് ഈ നിർദ്ദേശം പെട്ടെന്ന് സ്വീകരിക്കേണ്ടി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി. സ്വർണ്ണ നാണ്യങ്ങൾ എണ്ണിക്കൊടുത്ത് സിദ്ദീഖ് തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപ്പിടിച്ച് നടക്കുമ്പോൾ ഉമയ്യത്ത് ഒരു നിശ്വാസത്തോടെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കൊണ്ടുപോകൂ, ലാത്തയും മുസ്സയും സത്യം, ഒരു സ്വർണ്ണ നാണ്യമേ വില തരൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും ഞാൻ ഇവനെ താങ്കൾക്ക് വിൽക്കാതിരിക്കില്ല. നിരാശ കലർന്ന ഈ വാക്കുകൾ അവഗണിക്കാമെങ്കിലും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അന്തസ്സിനെ അത് സ്പർശിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് തങ്ങൾ തിരിച്ചടിച്ച വാചകം എന്താണെന്നറിയോ? സത്യമായും നിങ്ങൾ 100 സ്വർണ്ണ നാണയം കിട്ടണമെന്ന് ശഠിച്ചാൽ ഞാനത് തന്നുകൊണ്ട് എൻ്റെ ബിലാലിനെ ഞാൻ മോചിപ്പിക്കും എന്ന് സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് അണയിട്ട് പറയുകയാണ്. ഇതാണ് സ്വഹാബ. ഇവരാണ് സ്വഹാബ. ഇവരാണ് മുഅ്മിനീങ്ങൾ. ഇവരാണ് മനുഷ്യർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിങ്ങളും മദീനയിൽ വാസമുറപ്പിച്ചപ്പോൾ നിസ്കാരത്തിനു ബാങ്ക് സമയമാക്കി. 13 കൊല്ലം മുമ്പ് ശിക്ഷ കൊണ്ട് പിടയുമ്പോൾ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് ഉറക്കെ ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് പരിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തത്. പ്രൗഢവും കർണമധുരവുമായ സ്വരത്തിൽ അദ്ദേഹം 5 നേരം ബാങ്ക് വിളിച്ചു. ഇനി ബദർ യുദ്ധത്തിന്റെ രംഗങ്ങളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്പം കേൾക്കാനുണ്ട്. മുസ്ലിങ്ങളും മുശ്രിക്കുകളും പരസ്പരം ബദറിൽ ഏറ്റുമുട്ടിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു യുദ്ധക്കളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ ബദർ യുദ്ധത്തിന്റെ മുദ്രാവാക്യമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കിരാത നടപടികൾക്കിടയിൽ പിടയ്ക്കുമ്പോൾ പറഞ്ഞ അഹദ് അഹദ് എന്ന വാക്യമായിരുന്നു. ഖുറൈശികൾ സർവ സന്നാഹവും സർവശക്തിയും ഒക്കെ ഈ ബദർ യുദ്ധത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്ന് നമുക്കറിയാറോ. അവരുടെ എല്ലാ നേതാക്കളും ഒന്ന് ആയുധമണിഞ്ഞിരുന്ന യുദ്ധമായിരുന്നു. ബിലാലിന്റെ യജമാനനായിരുന്ന മർദ്ദകനായിരുന്ന ഉമയ്യത്ത് യുദ്ധത്തിന് പുറപ്പെടാൻ ആദ്യം മടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് അദ്ദേഹം ശകാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ, ഒരു നെരിപ്പോട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ സുഗന്ധ വസ്തുക്കൾ പുകച്ച് ഇവിടെ ഇരുന്നോളൂ, നിങ്ങളൊന്ന് യുദ്ധത്തിന് വരണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ആ പരിഹാസത്തിന്റെ മുമ്പിൽ വകവെച്ചു കൊടുക്കാതെ ഉമയ്യത്ത് യുദ്ധത്തിന് വന്ന ഒരു സാഹചര്യം. പക്ഷെ അള്ളാഹുവിന്റെ വിധിയാണല്ലോ ഇവിടെ നടക്കുന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള അശരണരായ മുസ്ലിങ്ങളെ മർദ്ദിക്കാൻ ഉമയ്യത്തിനെ പ്രേരിപ്പിച്ച ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്തിമാണ് അയാളെ ബദർ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത്. ഉമയ്യത്തും ഉഖ്ബത്തും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടണമെന്നായിരുന്നു അള്ളാഹുവിന്റെ നിശ്ചയം എന്ന് മാത്രം. ഉമയ്യത്തും അയാളുടെ അടിമയും തമ്മിലുള്ള ഒരു പഴയ കണക്ക് തീർക്കാനുണ്ടല്ലോ. കടങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി ഉണ്ടാവും. പരാക്രമികളെ പാഠം പഠിപ്പിക്കുന്ന അള്ളാഹു ഖൈറുൽ മാക്കിരീൻ എന്നാണല്ലോ. അള്ളാഹു അങ്ങനെ ചെയ്യും. അത് അള്ളാഹുവിൻ്റെ ഒരു കടം, അള്ളാഹുവിൻ്റെ ഒരു കർമ്മമാണ്. എന്തായിരുന്നാലും യുദ്ധം ആരംഭിച്ചു. മുസ്ലിങ്ങൾ അഹദ് അഹദ് എന്ന മുദ്രാവാക്യത്തോടെ മുന്നേറുന്നത് കാണുമ്പോൾ തന്നെ ഖുറൈശികൾ പേടിച്ചു. അതിൽ പലരുടെയും മരണമണി മുഴങ്ങിയിരുന്നു. പ്രാണവേദന കൊണ്ട് തൻ്റെ അടിമ മുഴക്കിയിരുന്ന ശബ്ദമാണ് ചുറ്റുഭാഗത്തും കേൾക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ഉമയ്യത്തിന് പേടിയായി. യുദ്ധത്തിന്റെ അവസാന സമയമായപ്പോൾ പരാജയ ഭീതി പൂണ്ട് ഉമയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിതനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയി. ജീവൻ രക്ഷപ്പെടുത്താനുള്ള വെപ്രാളത്തോടെ അദ്ദേഹം അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളുടെ അഭയം തരുമെന്ന് ചോദിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ തടവുകാരനായി കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നതും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ അഭയം തേടുന്നതും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസികളുടെ തലവനായ ഉമയ്യത്ത് രക്ഷപ്പെടാൻ പാടില്ല, അവൻ രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെടുകയില്ല എന്നും പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തല കൊയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ തടഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാലിനോട്, ബിലാൽ ഇതെന്റെ തടവുകാരനാണെന്ന് പറഞ്ഞു, ഇവൻ എൻ്റെ തടവുകാരനാണെന്ന് പറഞ്ഞു. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹു അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം യുദ്ധം കഴിഞ്ഞിട്ടില്ല. നിമിഷങ്ങൾക്ക് മുമ്പ് പോലും ഉമയ്യത്ത് മുസ്ലിമീങ്ങളെ ശക്തമായി വാളിനിരയാക്കി ഒരുപാട് രക്തം കുടിച്ച് ദാഹം തീർത്ത് ഇപ്പോൾ ഗത്യന്തരമില്ല എന്ന് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ തണലിൽ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ
കീഴിൽ അഭയം തേടിയ ഒരാളെ ഒറ്റയ്ക്ക് നേരിടാൻ ശക്തിയില്ല. അപ്പം അദ്ദേഹം മുസ്ലിങ്ങളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ സഹായികളെ, അവിശ്വാസികളുടെ തലവൻ ഉമയ്യത്ത് ബിൻ ഖലഫിദ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അവൻ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടുകയില്ല. ഇത് കേട്ട് ഒരു പറ്റ മുസ്ലിമീങ്ങൾ ഓടിയെത്തിയിട്ട് അവരൊന്നും നോക്കാതെ ഉമയ്യത്തും അയാളുടെ മകനും വാളുകൾക്കിരയായി എന്നുള്ളതാണ്. അവിടെ അവർ കൊല്ലപ്പെട്ടു. കാലം കടന്നുപോയി. മക്കാ വിമോചന ദിനം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 10,000 അനുയായികളും ജേതാക്കളായി തക്ബീർ ധ്വനികളോടെ മക്കയിൽ കടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോയത് കഅബയിലേക്കാണ്. ഖുറൈശികൾ വർഷത്തിലെ ദിനങ്ങൾക്ക് അനുസരിച്ച് 360-ലേറെ ബിംബങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ചിരുന്നല്ലോ. ആ കഅബയിൽ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി. നബിതങ്ങൾ പറഞ്ഞു, സത്യം സമാഗതമായി, അസത്യം തകർന്നു. ഇനി ലാത്തും മുസൈൻ ഹുബുലൊന്നുമില്ല. മനുഷ്യൻ കല്ലുകൾക്ക് തലകുനിച്ചുകൂടാ. സൃഷ്ടാവും സർവശക്തനുമായ അള്ളാഹുവിനെ മാത്രമാണ് മനുഷ്യൻ ആരാധിക്കേണ്ടത്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടി കഅബയിൽ കാലെടുത്ത് വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അമ്പുകൾ കൊണ്ട് ശകുനം നോക്കുന്ന ഒരു ചിത്രീകരണമാണ്. ആ ചിത്രീകരണം പെട്ടെന്ന് ഒഴിവാക്കാൻ പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി ജൂതനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. അവർ സത്യമാർഗം സ്വീകരിച്ച മുസ്ലിം ആയിരുന്നു. അവരൊരിക്കലും ബഹുദൈവ ആരാധകരിൽ പെട്ടവനായിരുന്നില്ല എന്ന് വിധങ്ങൾ ആണയിട്ട് പറഞ്ഞു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഅബയുടെ മുകളിൽ കയറാം, എന്നിട്ട് ബാങ്ക് വിളിക്കാം. ഈ ഈണത്തിൽ ബാങ്ക് വിളിച്ചു. മദീനയിൽ നിന്ന് ബാങ്ക് വിളിച്ച് നല്ല പരിശീലനം കിട്ടിയ ബിലാൽ റളിയല്ലാഹു അൻഹു മക്ക ഫതഹിൻ്റെ അന്ന് കഅബയുടെ മുകളിൽ കയറിയിട്ട് ഈണത്തിൽ ബാങ്ക് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് സ്വഹാബികൾ അത് ഏറ്റുപറഞ്ഞു, ബാങ്കിൻ്റെ ഇജാബത്ത് കൊടുത്തു. നബിയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തുകൊണ്ടും നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചുകൊണ്ടും നബി തങ്ങളെ കൂടെ തന്നെ അഹ്ലുസുഫയിൽപ്പെട്ടയാളായി അവരിങ്ങനെ ജീവിച്ചു. നബി തങ്ങളെ സ്നേഹം പിടിച്ചു പറ്റിയ അവർ സ്വർഗാവകാശികളിൽ പെട്ടയാളാണ് എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയായിട്ടും വിനയഭാവം ഒട്ടും കൈവിട്ടിട്ടില്ല മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും സഹോദരനും വേണ്ടി വിവാഹാലോചനക്കായി ചെന്ന ബിലാൽ തൻ്റെ വധു ആവാൻ പോകുന്നവരുടെ ബാപ്പാനോട് പറഞ്ഞെന്താ അറിയോ, ഞാൻ ബിലാൽ, ഇതെൻ്റെ സഹോദരൻ, ഞങ്ങൾ രണ്ടുപേരും നീഗ്രോകളാണ്, ഞങ്ങൾ ദുർമാർഗത്തിലായിരുന്നു, അള്ളാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കി, ഞങ്ങൾ അടിമകളായിരുന്നു, അള്ളാഹു ഞങ്ങളെ മോചിതരാക്കി, ഞങ്ങൾക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു തന്നാൽ അള്ളാഹുവിന് സ്തുതി, ഞങ്ങളെ നിരാകരിച്ചാൽ അള്ളാഹു വലിയവൻ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയായിരുന്നു പോയിരുന്നത്. അത്ര വിനയാന്വിതനായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ വഫാത്തിന് ശേഷം സിദ്ദീഖ് തങ്ങൾ ഖലീഫയായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, യാ ഖലീഫത്ത് റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ഖലീഫയെ, നിങ്ങൾ സത്യവിശ്വാസികളുടെ ശ്രേഷ്ഠമായ പ്രവൃത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണല്ലോ. അതെ. അപ്പം സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മരണം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബാങ്കിന് ആരാളുള്ളതെന്ന് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചപ്പോൾ നിറ കണ്ണുകളോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഞാൻ ആർക്കു വേണ്ടി ബാങ്ക് വിളിക്കില്ല. അതല്ല ശരി, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ച് ബാങ്ക് വിളിക്കണം. ഇല്ല, അങ്ങ് സ്വന്തം താല്പര്യത്തിനാണ് എന്നെ മോചിപ്പിച്ചതെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. അല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്നെ നിങ്ങൾ സ്വതന്ത്രമാക്കിയതെങ്കിൽ എന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടണം എന്ന് പറഞ്ഞു തങ്ങൾ. സിദ്ദീഖ് തങ്ങൾ, നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കിയത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇവിടെ ചരിത്രകാരന്മാർക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നെന്നും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഷാമിലേക്ക് പോയതെന്നും, അല്ല സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് തന്നെ ഷാമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഷാമിലേക്ക് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷാം സന്ദർശിച്ച സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടെ ബാങ്ക് കൊടുത്തു. പക്ഷെ ബാങ്ക് കൊടുത്ത സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് മുഴുമിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു കഴിഞ്ഞില്ല. അപ്പോഴേക്ക് അവർ ഗദ്ഗദകണ്ഠനായി, അവർ പ്രയാസപ്പെട്ട് കണ്ണുകൾ നിറഞ്ഞ് അവർക്ക് ശബ്ദം മുഴുമിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. എന്തായിരുന്നാലും ആഗ്രഹിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതിക്കൊണ്ട് തന്നെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിൽ വെച്ച് വഫാത്തായത്. അജന്തല വിശ്വാസി ദമസ്കസിലാണ് അവരുടെ ഖബറുള്ളത്. അള്ളാഹുവെ, അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവരെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഞങ്ങൾക്ക് നീ ഒരുപാട് സ്വഹാബികളെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.